ലക്ഷറി കാർസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് ഏതാണ്? കുറേ പേരെങ്കിലും റോൾസ് റോയ്സിനെ കുറിച്ച് ഓർക്കുമായിരിക്കും. എന്നാൽ റോൾസ് റോയ്സ് എന്ന് കേൾക്കുമ്പോൾ വെറും ഒരു ആഡംബര കാർ കമ്പനിയായി മാത്രം അതിനെ കാണരുത്. വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിലും പ്രതിരോധ മേഖലയിലും ലോകത്തെ വിറപ്പിക്കുന്ന വമ്പന്മാരാണവർ. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് ഭീമനായ റോൾസ് റോയ്സ് തങ്ങളുടെ സാമ്രാജ്യം ഇന്ത്യയിലേക്ക് മാറ്റാൻ തയ്യാറെടുക്കുന്നുവെന്ന വമ്പൻ വാർത്തയാണ് വരുന്നത്. വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയെ തങ്ങളുടെ രണ്ടാമത്തെ വീടാക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളുടെ എഞ്ചിൻ മുതൽ വമ്പൻ തൊഴിലവസരങ്ങൾ വരെ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റോൾസ് റോയ്സ് ഗ്ലോബൽ സിഇഒയും തമ്മിലുള്ള ആ നിർണായക കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് ലോകം ഈ നീക്കത്തെ ഉറ്റുനോക്കുന്നത്? പരിശോധിക്കാം. റോൾസ് റോയ്സ് തങ്ങളുടെ ബിസിനസ് പ്രധാനമായും ലണ്ടനും ജർമ്മനിയും അമേരിക്കയും കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഇന്ത്യയെ ഒരു സ്ട്രാറ്റജിക് പ്രയോറിറ്റിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം റോൾസ് റോയ്സ് അവരുടെ ലോകോത്തര ടെക്നോളജികൾ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു എന്നാണ്. അതായത് കേവലം സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ് എന്നതിലുപരി ഇവിടെ ഇരുന്ന് സാധനങ്ങൾ നിർമ്മിക്കാനും മാനുഫാക്ചറിങ്ങിനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും അവർ തീരുമാനിച്ചിരിക്കുന്നു. വികസിത് ഭാരത് എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് റോൾസ് റോയ്സ് വലിയൊരു കൈത്താങ്ങാകുമെന്നാണ് റോൾസ് റോയ്സ് സിഇഒ മോദിയോട് വ്യക്തമാക്കിയത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 11 ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദി ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. ഇന്ത്യയിലെ ഊർജ്ജസ്വലരായ യുവാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള റോൾസ് റോയ്സിന്റെ ആഗ്രഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റായ AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ നിർമ്മാണത്തിൽ റോൾസ് റോയ്സ് സഹകരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നാവികസേനയുടെ കപ്പലുകൾക്കും മറ്റും ആവശ്യമായ അത്യാധുനിക എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് കമ്പനിയുടെ നീക്കം. ഇതിനായി ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ HAL, ഭാരത് ഫോഴ്സ് എന്നിവയുമായി ചേർന്ന് അവർ പ്രവർത്തിക്കും. ഏകദേശം $1.2 ബില്യൺ, അതായത് ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരുവിലെ റോൾസ് റോയ്സിന്റെ ഗ്ലോബൽ സെന്റർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെന്ററാക്കി മാറ്റാനാണ് അവരുടെ തീരുമാനം. നിലവിൽ 2000-ലധികം എഞ്ചിനീയേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഇരട്ടിയാക്കാനാണ് പ്ലാൻ. നമ്മുടെ നാട്ടിലെ മിടുക്കരായ യുവാക്കൾക്ക് ലോകോത്തര നിലവാരമുള്ള എഞ്ചിനീയറിംഗ് ജോലികൾ ലഭിക്കാൻ ഇത് വലിയ അവസരമൊരുക്കും. പ്രധാനമന്ത്രി മോദിയും തന്റെ പോസ്റ്റിൽ എടുത്തു പറഞ്ഞത് ഇതൊരു ഡൈനമിക് യൂത്ത് പാർട്ട്ണർഷിപ്പ് ആയിരിക്കുമെന്നാണ്. നിങ്ങൾ ചോദിച്ചേക്കാം, ഇത് നമുക്ക് എന്ത് ഗുണമുണ്ടാക്കുമെന്ന്. ഒന്നാമതായി, ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കും. രണ്ടാമതായി, വൻതോതിലുള്ള തൊഴിലവസരങ്ങൾ. മൂന്നാമതായിട്ട്, ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യാനും സാധിക്കും. പൂനെയിലെ അവരുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ തന്നെ വിദേശത്തേക്ക് എഞ്ചിനുകൾ പോകുന്നുണ്ട്. അത് ഇനിയും വർദ്ധിക്കുമെന്ന് ചുരുക്കം. ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ബ്രിട്ടനുമായുള്ള പുതിയ വ്യാപാര കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ റോൾസ് റോയ്സിനെ പോലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ എളുപ്പമാകും. ചൈനയെ മറികടന്ന് ലോകത്തെ മാനുഫാക്ചറിംഗ് ഭീമനാകാൻ ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങളിൽ റോൾസ് റോയ്സിന്റെ ഈ തീരുമാനം വളരെ നിർണായകമാണ്. ചുരുക്കത്തിൽ റോൾസ് റോയ്സ് വരുന്നത് വെറുതെ കാറുകളുമായിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്ന വമ്പൻ എഞ്ചിനുകളുമായിട്ടാണ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് വിജയിച്ചാൽ വരും വർഷങ്ങളിൽ ലോകത്തെ മികച്ച വിമാന എഞ്ചിനുകൾക്ക് മുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ കാണാൻ നമുക്ക് സാധിക്കും. റോൾസ് റോയ്സ് കാറുകൾ നമുക്ക് എന്നും ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ ഇന്ന് ആ കമ്പനിയുടെ എഞ്ചിനുകൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകാൻ പോകുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. വിദേശ കമ്പനികൾ ഇന്ത്യയെ വിശ്വസിക്കുന്നത് നമ്മുടെ കരുത്ത് വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.